أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, മുതഅല്ലിമീങ്ങളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 30ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. റമദാനു ഷരീഫ് നമ്മളോട് വിട പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആവാതിരിക്കട്ടെ. അത് ഒരുപാട് റമദാനുകളെ ഇനിയും അല്ലാഹു തആല നമുക്ക് ആഫിയത്തോടു കൂടി നൽകട്ടെ. റമദാനു ഷരീഫിൽ തദ്രീബ് ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും അറിയാം, ഖിറാഅത്തിന് പ്രാധാന്യം കൊടുത്ത്, അതായത് നിയമങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും അങ്ങനെ കാര്യമായി പ്രതിപാദിക്കാതെ അല്പഭാഗം ഓതി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു ഉണ്ടായിരുന്നത്. റമദാൻ കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ മെല്ലെ നിയമങ്ങളും ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തുടങ്ങാം. ഇൻഷാ അല്ലാഹ് തിരക്ക് കൂട്ടുന്നില്ല, ഇഷ്ടംപോലെ നമുക്ക് സമയമുണ്ട്. മെല്ലെ 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 ഒരായത്ത് ഓതി അതിൽ നിയമങ്ങൾ എന്തെല്ലാം വരുന്നുണ്ട് എല്ലാം കൂടെ പറഞ്ഞല്ല, ഒരു നിയമം അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ പകുതി ഒരു ക്ലാസ്സിൽ പഠിച്ച് അടുത്ത ക്ലാസ്സിൽ ആ പഠിച്ച നിയമം പ്രാക്ടിക്കലായി എടുത്ത് എല്ലാവരും സ്വയം ഒന്ന് ഓതി നോക്കി ശരിയാവുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രൂപത്തിൽ മെല്ലെ തുടങ്ങാം. അങ്ങനെ അല്പാൽപ്പം തുടങ്ങി ഈ ഖത്മ് തീരുമ്പോഴേക്ക് 100% തജ്വീദ് അനുസരിച്ചുകൊണ്ട് ഒരു ഖത്മ് നമ്മൾ ഓതിയിരിക്കും. അത് നമ്മൾ പഠിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. റമദാനിൽ എല്ലാ ദിവസവും ക്ലാസ് ആയതുകൊണ്ട് കുറേ ആളുകൾക്ക് ക്ലാസ് പെൻഡിങ് വന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇനി ആഴ്ചയിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് എല്ലാവരും അത് നോക്കണം, അത് കേൾക്കണം, ശ്രദ്ധിക്കണം, ഒഴിവായി പോകരുത്. നമുക്ക് സ്വസ്ഥമായി ഇരുന്ന് സമാധാനത്തോടെ നോക്കാനും കേൾക്കാനും പറ്റിയ സമയം തിരഞ്ഞെടുത്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയമല്ലേ ആവശ്യമുള്ളൂ ഒരാഴ്ചയിൽ. അത് നമ്മൾ ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് ഓതണം, കേൾക്കണം, പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശവ്വാൽ, റമദാനിന് ശേഷമുള്ള വളരെ മഹത്വമേറിയ ഒരു മാസമാണ് ശവ്വാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ വചനങ്ങൾ, കലാം, ഖുർആൻ അത് നന്നായി ഓതാനും പഠിക്കാനും തൗഫീഖ് നൽകി തുണക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഖുർആൻ ഓതാൻ പറ്റൂ, നമുക്കെല്ലാവർക്കും അറിയാതെ. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഒത്ത്. സാധാരണ അറബി വായിക്കും പോലെയല്ല ഖുർആൻ ഓത്ത്.
അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സാധാരണ അറബിയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജാ അ എന്ന് വായിച്ചാൽ മതിയായിരുന്നു, വന്നു എന്നർത്ഥം കിട്ടാൻ. പക്ഷേ ഖുർആനിൽ ജാ അ അല്ല എന്നും ജാ അയാണെന്നും നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ അതൊരു ലളിതമായ ഉദാഹരണമാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. മറ്റു സന്ദർഭങ്ങളിലൊന്നും അത് ആവശ്യമില്ല. ഇതിനാണ് തജ്വീദ് എന്ന് പറയുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ആ തജ്വീദിൻ്റെ നിയമങ്ങളിലൂടെയാണ് അല്പാൽപ്പായിട്ട് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ 2 ക്ലാസ്സുകൾക്ക് മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടെ ഹിഫ്ളാക്കി വരുന്ന കുറച്ച് മക്കളുണ്ട്. ക്ലാസ്സിൻ്റെ കൂടെ നോമ്പിന് അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും, കാരണം എല്ലാ ദിവസവും ക്ലാസ് ആയതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ അവരത് പരിഹരിക്കും. നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഹിഫ്ളാക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്. അവർക്കത് നല്ല ആവേശത്തോടു കൂടി ഹിഫ്ള് ആക്കാൻ, കംപ്ലീറ്റ് ആക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഏതായാലും നമുക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. വിശുദ്ധ ഖുർആനിൽ ഈ ഓതുന്നതിനിടയിൽ ധാരാളം ആയത്തുകൾ ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം ആയത്തുകളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ റമദാൻ ആയതുകൊണ്ട് ഓവർ ലോഡ് ഭാരം വരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പറയാതിരുന്നതാണ്. ഇനിയും അങ്ങനെയുള്ളത് ധാരാളം വരും. നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ദുആ ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിലൊക്കെ വന്ന ആ ദുആകൾ അങ്ങനെ ദുആ ചെയ്താൽ ഒരുപാട് മെച്ചമാണ്, പുണ്യമാണ് അത്. അതുപോലെ ചില ആയത്തുകളൊക്കെ പതിവാക്കിയാൽ, നമ്മളന്ന് ഷഹീദല്ലാഹു പറഞ്ഞിരുന്നു അല്ലേ, അങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഹിഫ്ളാക്കി പതിവാക്കിയാൽ വളരെ വലിയ മഹത്വമാണ്. അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്കും ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകളിലൂടെ ഹിഫ്ളാക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, ആമീൻ. നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. തുടങ്ങലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ صَدَقَكُمُ اللَّهُ وَعْدَهُ إِذْ تَحُسُّونَهُم بِإِذْنِهِ حَتَّى إِذَا فَشِلْتُمْ وَتَنَازَعْتُمْ فِي الْأَمْرِ وَعَصَيْتُم مِّن بَعْدِ مَا أَرَاكُم مَّا تُحِبُّونَ منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين إذ تصعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. اوكي. وَلَقَدْ صَدَقَكُمُ اللَّهُ وَعْدَهُ إِذْ تَحُسُّونَهُم بِإِذْنِهِ. ഇവിടെ وَلَقَدْ صَدَقَكُمُ اللَّهُ, അതൊന്ന് പറഞ്ഞു നോക്കിയേ. وَلَقَدْ صَدَقَكُمُ اللَّهُ. ക ക ക ക ക ക പറഞ്ഞു നോക്കിയേ എല്ലാവരും. ക 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 ക.
അപ്പോൾ ഇനി സദഖകുമുല്ലാഹു വഅദഹു ഇദ് തഹുസ്സൂനഹും. നോക്കിയേ, വഅദഹു ഇദ്, ചെറിയൊരു വാവിന് മീതെ ഒരു മദ്ദിൻ്റെ ചിഹ്നം ചേർത്തി ഓതുമ്പോൾ നീട്ടിക്കൊള്ളണം. വഅദഹു ഇദ് തഹുസ്സൂനഹും, മദ്ദിൻ്റെ പേരൊക്കെ നമുക്ക് പഠിക്കട്ടോ. ഇദ് തഹുസ്സൂനഹും ബിഇദ്നിഹി, ബിഇദ്നിഹി നിർത്തിയത് ശ്രദ്ധിച്ചില്ലേ? ബിഇദ്നിഹി. حتى إذا فشلتم وتنازعتم في الأمر وعصيتم من بعد ما أراكم. حتى إذا فشلتم، حتى إذا فشلتم وتنازعتم في الأمر. ഈ ഹത്ത തൊട്ട് ഫിൽ അംർ വരെ നമുക്ക് ഒരുമിച്ച് നോക്കണം. حتى إذا فشلتم وتنازعتم في الأمر وعصيتم من بعد ما أراكم ما تحبون. ما أراكم، ما أراكم പിന്നെയോ അറാക്കും മാ തുഹിബ്ബൂൻ. മിൻകും മൻ യുരീദു ദുനിയാ. എങ്ങനെ എൻ്റെ കൂടെ ഒരുമിച്ച് മിൻകും മൻ യുരീദു, അല്ലല്ലല്ല, ആരോ ഒന്ന് ഒഴിവാക്കിയാലോ. മിൻകും മൻ എന്നായിട്ട് ഒരു ഇഖ്ഫ പോയി. ഒന്നുകൂടെ മിൻകും മൻ യുരീദു ദുനിയാ. ഒന്നുകൂടെ മിൻകും മൻ യുരീദു ദുനിയാ. അടുത്ത് നോക്കിയേ, അതുപോലെ തന്നെ വമിൻകും മൻ യുരീദുൽ ആഖിറഹ. ثم صرفكم عنهم ليبتليكم. ഓക്കേ, ثم صرفكم عنهم ليبتليكم ولقد عفاكم والله ذو فضل على المؤمنين. يعني والله ذو فضل ضاد മഖ്റജൊക്കെ പഠിക്കൂട്ടോ. അലൽ മുഅ്മിനീൻ. ഈ അലൽ മുഅ്മിനീൻ എന്നുള്ളിടത്ത് എന്താവുമെന്നറിയോ? വല്ലാഹു ذو فضل على المؤمنين. ഫളിൻ അലൽ എന്നുള്ളത് ഫളിൻ നലൽ എന്നാകും. നലൽ ഐൻ പോകും. വല്ലാഹു ذو فضل على المؤمنين. ഫളിൻ നല ആവാൻ പാടില്ല. ഇനി إذ تصعدون ولا تلوون على أحد والرسول يدعوكم في أخراكم. ഓക്കെ, തെൽവൂന എഴുതിയതുണ്ട് നിങ്ങൾ കണ്ടില്ലേ? തെൽവൂന കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ കുഞ്ഞിവാവനെ എഴുതിയതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? തെൽവൂന വലാ തെൽവൂന على أحد والرسول يدعوكم في أخراكم فأثابكم. നിങ്ങൾ കാര്യം ചെയ്യണം. ഫഅസാബക്കും എന്ന് തൊട്ട് ലികൈല എന്നതുവരെ നിങ്ങളൊന്ന് ഓതണം, എല്ലാവരും ഓതണം. ഫഅസാബക്കും തൊട്ട് ലികൈല തഹ്സനു വരെ. ഫഅസാബക്കും എല്ലാവരും ഒരുമിച്ച് റെഡി? ഒരുമിച്ചിട്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഫഅസാബക്കും. ഇല്ലല്ലോ, കുറച്ചാളുകൾക്ക് ഒരു ശബ്ദമുള്ള മീമിൻ്റെ ഉന്നത്ത് പോയല്ലോ. ഗമ്മൻ എന്നെടുത്ത് കറക്റ്റ്. പക്ഷേ പിന്നുണ്ട് ബി ഗമ്മിൻ എന്നുണ്ട്. ആ രണ്ട് മീമും ഒരേ അളവിലാണ് മണിക്കേണ്ടത്. ഇഖ്ലാബും ഉണ്ട്.
നോക്കി ഒന്ന് കേട്ടോ കേട്ടോ. ഇപ്പോൾ ഓതരുത്. فأثابكم غما بغم لكي لا تحزنوا. ഇനി എൻ്റെ കൂടെ റെഡി. ഓതണം നീ കേട്ടിരുന്ന പോരാ. فأثابكم غما എന്താ സംഭവിച്ചത്? ബി എന്ന ഒരു കുഞ്ഞുമീമില്ലേ അവിടെ? ഇഖ്ലാബിനെ അറിയിക്കാനല്ല. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ഇഖ്ലാബ് ചെയ്തു വേണ്ടേ ഓതാൻ? അത് പോയി. എല്ലാവർക്കും ഇല്ല, കുറച്ചാളുകൾക്ക്. അതല്ലേ നോക്കി. ഒന്നുകൂടെ ഫഅസാബക്കും തൊട്ടേ നോക്കി. ഒരുമിച്ച്. فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم. ഇപ്പോൾ മനസ്സിലായല്ലോ എന്ത് മനസ്സിലായി? നേരത്തെ ചില ഗുന്നത്തുകളും മണിക്കലൊക്കെ പോയിരുന്നു, ഇഖ്ലാബ് പോയിരുന്നു എന്ന് മനസ്സിലായില്ലേ? ഇനി ആ ഭാഗേ ഒന്ന് റെഡിയാക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അടുത്ത ആയത്ത് വളരെ പ്രത്യേകതയുള്ള ഒരു ആയത്താണ്. ഖുർആനിലാകെ ഇങ്ങനെ 2 ആയത്തുകളേ ഉള്ളൂ. പറയില്ല നിങ്ങളെന്ത് പറഞ്ഞാലും പറയില്ല. ഇപ്പോൾ എന്താണ് ആ പ്രത്യേകത എന്നുള്ളത്? നിങ്ങളറിയുന്ന ആളുകൾ കമൻറ്റ് ബോക്സിൽ എഴുതട്ടെ എന്താ പ്രത്യേകത എന്നുള്ളത്. ആകെ ഈ 6000 ചില്ലാനം ആയത്തുകളിൽ 2 ആയത്തുകളിലെ ഖുർആനിൽ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. ആ 2ാമത്തെ ആയത്ത് ഏതാണെന്നും പറയില്ല, ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും പറയില്ല. നിങ്ങൾ തന്നെ പറയണം. ഈ ആയത്തിൻ്റെ പ്രത്യേകത എഴുതിയാൽ തന്നെ മനസ്സിലായി അടുത്ത ആയത്ത് ഏതായിരിക്കും എന്നുള്ളത് അല്ലേ? ഓക്കെ. കിട്ടിയില്ലെങ്കിൽ കിട്ടും. ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഇത് കേൾക്കുന്നതോടുകൂടി ചില ആളുകളൊക്കെ അപ്പം വിളിക്കും, അല്ല സൂറത്തു ആലി ഇമ്രാനിലെ 154-ാമത്തെ ആയത്തുണ്ടല്ലോ, സുമ്മ അൻസല അലൈക്കും എന്ന്, ആ ആയത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ച്. അതും ഒരു ഇൽമന്നിയല്ലേ? അറിയാത്തത് അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക എന്നുള്ളതല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. സ്വന്തമായി നോക്കിയിട്ട് ആലോചിച്ച് എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് ചിലർക്കൊക്കെ കിട്ടും. ഏതായിരുന്നാലും നിങ്ങൾ കാണണം, നിങ്ങൾ നോക്കണം, എന്നിട്ട് അറിയിക്കണം. കമൻറ്റ് ബോക്സിൽ ഇടണം നിങ്ങൾ കേട്ടോ. കണ്ടവരൊക്കെ ഇടണം. ഏതായാലും നമുക്ക് ആയത്തോതാം. ഓക്കെ. ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور إن الذين تولوا منكم يوم التقى الجمعان إنما استزلهم الشيطان ببعض ما كسبوا ولقد عفى الله عنهم
ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. ഇപ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് ആയത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കുറച്ച് ആളുകളൊക്കെ എഴുതുന്നുണ്ട് അല്ലേ? എഴുതട്ടെ എല്ലാവരും അറിയട്ടെ, കേൾക്കട്ടെ. നോക്കിയേ, ثم أنزل عليكم من بعد الغم أمنة نعاسا. ഒരുപാട് നിയമങ്ങൾ. അല്ലാഹ്, അങ്ങനെ ആ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആ ആയത്തിലെ മിങ്കും വരെ എത്തൂലെങ്കിൽ ഇപ്പം നിർത്തിയിടത്തൊക്കെ നിർത്താം, എന്നിട്ട് ബാക്കി ഓതിയാൽ മതി കേട്ടോ. ഒന്നുകൂടെ നമുക്ക് നോക്കി. ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله. يعني قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا. അതൊന്ന് നമ്മൾ ഒരുമിച്ച് യഖൂലൂന തൊട്ടിട്ടോ. ഒപ്പാവണേ. يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم. നല്ല ശ്രദ്ധ വേണം. വലിയബ്തലിയ അല്ലാഹു മാ ഫീ സുദൂരിക്കും. എങ്ങനെ? വലിയബ്തലിയ അല്ലാഹു വലിയുമഹ്ഹിസ മാ ഫീ ഖുലൂബിക്കും വല്ലാഹു അലീമും ബിദാതിസ് സുദൂർ. വല്ലാഹു അലീമും ബിദാതിസ് സുദൂർ. إن الذين تولوا منكم يوم التقى الجمعان إنما استزلهم الشيطان ببعض ما كسبوا. ഇവിടെ إن الذين تولوا منكم കഴിഞ്ഞു നോക്കിയേ. يوم التقى الجمعان എങ്ങനെ ഉറക്കൊന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. യൗമൽ തഖൽ ജംഅനി. ഒന്നുകൂടെ ആരോ യൗമൽ തഖ എന്ന ത്വ ആയിട്ട് യൗമൽ ത്വഖൽ എന്നായല്ലോ. ആർക്കാണത്? ആളെ പേരൊന്ന് പറയേ. യൗമൽ ത്വഖൽ ജംഅനി എന്ന് ത്വ ആയ ആളെ പേര് കേൾക്കണില്ല അല്ലേ? കുഴപ്പമില്ല. പക്ഷേ എന്താ ചെയ്യണമെന്നറിയോ? യൗമൽ തഖ ഇൽതഖയാണ്. ഇൽത അല്ലാതെ ഇൽത്വ അല്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഖാഫ് തൊട്ടടുത്തുള്ളത് കൊണ്ട് ത്വ ആവാൻ സാധ്യതയുണ്ട്. നമ്മളെ മുസ്തഖീമാവുന്ന മാതിരി പോകാൻ പറ്റില്ല കേട്ടോ. യൗമൽ തഖൽ ജംഅനി കേട്ടോ. ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താനു. ഓതിയോക്കെ എങ്ങനെ? ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താനു ബിബഅദി മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും. എങ്ങനെ? വലഖദ് അഫല്ലാഹു അൻഹും ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. ബാക്കി യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന കഫറൂ വഖാലൂ ലിഇഖ്വാനിഹിം
وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير ولئن قتلتم في سبيل الله أو متم لمغفرة من الله ورحمة خير مما يجمعون. Okay? يا أيها الذين آمنوا لا تكونوا كالذين كفروا. പിന്നെയോ وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا ബാക്കി എന്താണ്? ഉസ്സയല്ല, ഐനല്ല, ഊപ്പർ പുള്ളി ഹേ പുള്ളിയുള്ളതാണ്. അപ്പോൾ ഐനാണ്. ഐൻ ഓക്കെ, പുള്ളിയില്ല, പക്ഷെ മേലെ പുള്ളി കൊടുത്താലോ ഐൻ. അപ്പോൾ ഗുസ്സൻ ലൗ കാനു ഇൻദനാ മാ മാതു. രണ്ട് മീമുണ്ട് കേട്ടോ. ഇൻദനാ മാതു അല്ല, ഇൻദനാ മാ മാതു വമാ ഖുതിലു ലിയജഅല അല്ലാഹു ദാലിക ഹസ്റതൻ ഫീ ഖുലൂബിഹിം. പിന്നെ വല്ലാഹു യുഹ്യി വയുമീത് വല്ലാഹു ബിമാ തഅമലൂന ബസീർ. പിന്നെയോ വലഇൻ ഖുതിൽതും ഫീ സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. രണ്ട് മീം ശദ്ദുള്ളത്. വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. കുറച്ചുകൂടെ നോക്കി. വലഇൻ മുത്തും ഔ ഖുതിൽതും ലഇലല്ലാഹി തുഹ്ശറൂൻ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളളൻ ഗലീളൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ فإذا عزمت فتوكل على الله إن الله يحب المتوكلين اللهم اجعلنا من المتوكلين إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون وما كان لنبي أن يغل ومن يغلل يأت بما غل يوم القيامة ثم توفى كل نفس ما كسبت وهم لا يظلمون أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير هم درجات عند الله والله بصير بما يعملون صدق الله العظيم. ഓക്കെ. വലഇൻ മുത്തും, വീണ്ടും വന്നു മുത്തും. വലഇൻ മുത്തും ഔ ഖുതിൽതും ലഇലല്ലാഹി തുഹ്ശറൂൻ. റസ്മുൽ ഉസ്മാനിയുടെ 6 നിയമങ്ങൾ പറഞ്ഞെടുത്ത് ലഇലല്ലാഹി എന്ന ആ എഴുത്തൊക്കെ ഒരുപാട് സവിശേഷതകളുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ലെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട് അവിടെ. ലഇലല്ലാഹി തുഹ്ശറൂൻ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ദ. ഇപ്പോഴുണ്ട് ലിന്ദലഹും എന്താണ് എന്ന് ചോദിക്കുന്ന ലിന്ദ.
ലിൻത ത ത ത ത ലിൻത ലഹും ചാവരണം വലൗ കുൻത ത ത വലൗ കുൻത പിന്നെന്താണ് ഫളൻ ഗലീളൽ ഖൽബി ലൻഫളു ഒന്ന് ള മറ്റൊന്ന് ളാദ് മിൻ ഹൗലിക് വലൗ കുൻത ഒന്ന് ഒതുക്കി അവിടുന്ന് ഇഖ്ഫ മറന്നോ ലൻഫളു ഓക്കെ ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ഇനി രസം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണെങ്കിലും തെറ്റിപ്പോകും. നോക്കിയാൽ സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ആദ്യം എന്താണ് തോന്നുക? ഈയൻസുർക്കും ശരിക്കും നോക്കിയേ ഈയൻസുർക്കും കണ്ടില്ലേ? യൻസുർക്കും ഓരോ അക്ഷരത്തിൻ്റെയും ഹർക്കത്ത് പറഞ്ഞു നോക്കിയേ. ഇൻ കഴിഞ്ഞ് യൻ സു സാദിന് ദമ്മ് പിന്നെയുള്ള അക്ഷരം റ ആണ്. റാഇനോ ദമ്മാണോ? അല്ല സുക്കൂൻ. യൻസുർക്കും ഓക്കെ ചേർത്തി ഓതുമ്പോൾ യൻസുർക്കുമുല്ലാഹു റാഇന് സുക്കൂനാണ് എന്ന്. എന്നാൽ ഇത് നോക്കിയേ യൻസുറുക്കും ഇവിടെ റാഇന് ദമ്മാണ്. ഈ റാഇന് ദമ്മോട് കൂടെയുള്ളതും സുക്കൂനോട് കൂടെ രണ്ടും ഉണ്ട്. ഈ ആയത്തിൽ രണ്ടും വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നിരിക്കൽ രണ്ടിനും ദമ്മാകും അല്ലെങ്കിൽ സുക്കൂനാകും. മിക്കവാറും സാധ്യത സുക്കൂനാവാനാണ് സാധ്യത രണ്ടിടത്തും. കാരണം തൊട്ട് മുമ്പുള്ള സാധന സുക്കൂനായതുകൊണ്ട് ഞാൻ സുറുക്കും എന്ന് പറയലാണ് സുഖം അല്ലേ? നമുക്ക് സുഖം ആ സുഖമല്ല സുഖം. നോക്കിയേ ഓക്കെ യഖ്ദുൽക്കും എന്ന് ലാമിന് സുക്കൂനുണ്ട് കേട്ടോ അവിടെ നേരത്തെ തൊട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയേ. ഒന്നേ യൻസുർക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽക്കും ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി അല്ലേ? നല്ല ശ്രദ്ധ വേണം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ വമാ കാന ലിനബിയ്യിൻ അൻ യഗുൽ എങ്ങനെയാണ് ശദ്ദുള്ള ലീമിൽ ഗിൽ യഗുൽ അദൽ ഇതിങ്ങനെ എല്ല് വരാതെ പറഞ്ഞിടണേ. ഗിൽ യഗുൽ അദൽ ഇതിങ്ങനെ എൽ പറഞ്ഞൊന്നോതിടണേ അല്ലേ? നമ്മൾ പാട്ടുപാടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അൻ യഗുൽ വമൻ യഗ്ലുൽ എങ്ങനെ വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമഹ ثم توفى كل نفس ما كسبت وهم لا يظلمون أفمن اتبع رضوان الله كمن باء بسخط من الله أي كمن باء ومأواه جهنم وبئس المصير هم درجات عند الله والله بصير بما يعملون صدق الله العظيم. അല്ലാഹുവേ കബൂലാക്കണേ, സ്വീകരിക്കണേ. അല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ ഖിദ്മകളൊക്കെ അല്ലാഹുവേ കബൂലാക്കണേ. വലിയ പ്രതിഫലാർഹമായ വലിയ ഇബാദത്തായി സ്വീകരിക്കണേ. പരിശുദ്ധമായ നിൻ്റെ കലാമാകുന്ന ഖുർആൻ പഠിച്ചവനെ കഴിഞ്ഞ റമദാനിലെ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഓതി പഠിച്ചു. അതൊക്കെ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇപ്പോഴിതാ ആഴ്ചയിൽ ഒരു ദിവസം 3/4 മണിക്കൂർ സമയം ഒരല്പസമയം നിൻ്റെ പരിശുദ്ധ ഖുർആനു വേണ്ടി ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആയിരക്കണക്കായ ആളുകളാണ് ഇരുന്നത് ക്ലാസ് കേൾക്കുന്നത്. അല്ലാഹുവേ ക്ലാസ് കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബത്തിലും നീ ഖൈറിൻ്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുത്ത് ഖൈറും ബറക്കത്തും നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ആയിരക്കണക്കായ മുഅ്മിനീങ്ങളാണ്. അതിൽ വലിയ ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്, സയ്യിദത്തുമാരുണ്ട്, സാധാരണക്കാരുണ്ട്, ചെറിയ മക്കളുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും കരങ്ങൾ പടച്ചവനെ നിന്നിലേക്കാണ്. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്.
എല്ലാ ഷെറുകളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഖൈറുകളൊക്കെ ഞങ്ങൾക്ക് എല്ലാ നിലക്കും ശാരീരിക, മാനസിക, സാമ്പത്തികമായി എല്ലാ ഐശ്വര്യവും സന്തോഷവും നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഞങ്ങളെ വീട്ടിലും വീട്ടുകാരിലും കുടുംബത്തിലും ഞങ്ങളെ യാത്രകളിലും വാഹനങ്ങളിലും ഞങ്ങളെ മുഴുവൻ കാര്യങ്ങളിലും നീ എല്ലാ മദതും നസ്റും സഹായവും നിൻ്റേത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അവസാനം സ്വർഗ്ഗത്തിൽ സാധുക്കളായ ഞങ്ങൾ പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാർ, ഭാര്യ സന്താനങ്ങളോടൊപ്പം നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ്